ഇനി നടക്കാനിരിക്കുന്ന LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പാർലമെൻറ്റ് അംഗം? ഉത്തരം ആനിമസ് ഗ്രീൻ. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്ത്? ഉത്തരം ഇടമലക്കുടി. ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കേരളം എത്ര തവണ രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിട്ടുണ്ട്? ഉത്തരം 7 തവണ. അടുത്ത ചോദ്യം, പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി? ഉത്തരം ചാൾസ് ഡയസ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ അണക്കെട്ട്? ഉത്തരം മുല്ലപ്പെരിയാർ. ഇത് 1887 പണി തുടങ്ങിയത്. 1895 പൂർത്തീകരിച്ചു. അടുത്ത ചോദ്യം, കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം? ഉത്തരം നീലേശ്വരം. അടുത്ത ചോദ്യം, തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി? ഉത്തരം വാമനപുരം. 88 കിലോമീറ്റർ ദൈർഘ്യമുള്ള വാമനപുരം നദിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായത് ഏത് നഗരത്തിൽ? ഉത്തരം 1943 തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിതമായത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ല? ഉത്തരം തിരുവനന്തപുരം. അടുത്തത്, അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? ഉത്തരം തിരുവനന്തപുരം. അടുത്തത്, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംരംഭം? ഉത്തരം വിഴിഞ്ഞം. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിൽ? ഉത്തരം പുന്നമടക്കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ പുകയില കൃഷി ചെയ്യുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, ആലപ്പുഴ പട്ടണത്തിൻ്റെ സ്ഥാപകനാര്? ഉത്തരം രാജാ കേശവദാസ്. അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതാര്? ഉത്തരം വെൻലോക്ക് പ്രഭു. അടുത്തത്, നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയ്? ഉത്തരം മേയോ പ്രഭു. അടുത്തത്, മഹാവീരൻ്റെ ജന്മസ്ഥലം? കുണ്ടല ഗ്രാമം. അടുത്ത ചോദ്യം, തെഹരി ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഖണ്ഡ്. അടുത്ത ചോദ്യം, സുപ്രീം കോടതി നിലവിൽ വന്നതെന്ന്? ഉത്തരം 1950 ജനുവരി 28. അടുത്തത്, യങ് ഗാന്ധി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഹരിലാൽ ഗാന്ധി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്ര പ്രദർശനം നടന്നതെവിടെ? 1896 വാട്സൺ ഹോട്ടൽ, മുംബൈ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വർഗീസ് കുര്യൻ. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ പട്ടിക ഏത്? ഉത്തരം 11ാം പട്ടിക. 1992 11ാം പട്ടിക ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, മോഹിനിയാട്ടം ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം നമുക്കറിയാം, കേരളം. അടുത്തത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ആകുന്നതിനുള്ള കുറഞ്ഞ പ്രായം? ഉത്തരം 25 വയസ്സ്. അടുത്ത ചോദ്യം, ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം? 1746 മുതൽ 48 വരെയായിരുന്നു ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത്. അടുത്ത ചോദ്യം, നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം പാനിപ്പട്ട്. ഹരിയാനയിലുള്ള പാനിപ്പട്ടാണ് നെയ്ത്തുകാരുടെ പട്ടണം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മറാത്ത സിംഹം എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ബാലഗംഗാധർ തിലക്. CRPF രൂപീകൃതമായ വർഷം? 1939 ജൂലൈ 27 CRPF രൂപീകൃതമായത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നതാണ് ഇതിൻ്റെ പൂർണ്ണനാമം. അടുത്ത ചോദ്യം,
ഗംഗോർ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഉത്തരം രാജസ്ഥാൻ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പ്രഖ്യാപിച്ചതാര്? സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം. പുതിയ ലോകസഭ സമ്മേളിക്കുമ്പോൾ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലും സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിലും നടപടികൾ നിയന്ത്രിക്കുന്നതാര്? ഉത്തരം പ്രോടേം സ്പീക്കർ. അടുത്ത ചോദ്യം. ഷാഹിദ് ഇ അസം എന്നറിയപ്പെട്ടതാര്? ഭഗത് സിംഗ്. അടുത്ത ചോദ്യം. ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കാൻ നടത്തിയ സൈനിക നടപടി? ഉത്തരം ഓപ്പറേഷൻ വിജയ്. അടുത്ത ചോദ്യം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ആചാര്യ വിനോബ ഭാവെ. അടുത്തത്. ഇന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാര്? ദാദാഭായ് നവറോജി. അടുത്ത ചോദ്യം. വിന്ധ്യ സൽപുര കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദി? ഉത്തരം നർമ്മദ. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യ വനിതാ ലഫ്റ്റനൻറ്റ്? ഉത്തരം പുനിത അറോറ. അടുത്തത്. ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ്? കൽഹണൻ. അടുത്ത ചോദ്യം. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി? ഉത്തരം മണ്ഡോവി നദി. അടുത്തത്. നിരക്ഷരനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം അക്ബർ. അടുത്ത ചോദ്യം. ഗാന്ധിജി 1930 ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയത് എവിടെ നിന്നാണ്? ഉത്തരം സബർമതിയിൽ നിന്ന്. അടുത്ത ചോദ്യം. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കുമാരനാശാൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? ഉത്തരം കെ കേളപ്പൻ. അടുത്ത ചോദ്യം. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നതാര്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കരാണ്. അടുത്ത ചോദ്യം. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം എന്ന കൃതി രചിച്ചതാര്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ചോദ്യം. കേരള സഹോദര സംഘം സ്ഥാപിച്ചതാര്? ഉത്തരം സഹോദരൻ അയ്യപ്പൻ. 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചന? ഉത്തരം ആചാരഭൂഷണം. അടുത്ത ചോദ്യം. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി? ഉത്തരം ജാതിക്കുമ്മി. പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി. അടുത്ത ചോദ്യം. ആര്യ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടതാര്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്തത്. ദൈവം സർവ്വവ്യാപിയാണ്, ഞാൻ ദൈവത്തെ തേടി ഒരിക്കലും ക്ഷേത്രത്തിൽ പോകാറില്ല, ക്ഷേത്രമാണ് അയിത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനം. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം സ്വാമി ആനന്ദതീർത്ഥൻ്റേത്. അടുത്തത്. ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് പദയാത്ര നടത്തിയതാര്? ഉത്തരം ആനന്ദതീർത്ഥൻ. അടുത്ത ചോദ്യം. വിവേകാനന്ദ സന്ദേശം എന്ന കൃതി രചിച്ചതാര്? ആഗമാനന്ദൻ. അടുത്തത്. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവാര്? ഉത്തരം അയ്യങ്കാളി. അടുത്തത്. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടതാര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചപ്പോൾ ടാഗോറിനൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി? ഉത്തരം CF ആൻഡ്രൂസ്. ഇദ്ദേഹമാണ് ദീനബന്ധു എന്നറിയപ്പെട്ടിരുന്നത്. LGS പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.